എറണാകുളം തൃപ്പൂണിത്തുറയിൽ നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് ബൈക്ക് യാത്രക്കാർക്ക് ഗുരുതരമായ പരിക്ക്. SN ജംഗ്ഷനിൽ പുലർച്ചെയാണ് അപകടമുണ്ടായത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആൻ മരിയ സണ്ണി ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരും. അതിനു മുമ്പ് ആ ദൃശ്യങ്ങളൊന്ന് കാണാൻ തോന്നുന്നു. ആൻ മരിയ സണ്ണി ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേർന്ന് അത് മാരകമായ ഇടിയായിരുന്നു. ഹാഷ്മി, തീർച്ചയായിട്ടും SN ജംഗ്ഷൻ ഭാഗത്ത് വെച്ചിട്ടാണ് ഈ അപകടം ഉണ്ടാകുന്നത്. വടക്കേക്കോട്ട ഭാഗത്തു നിന്ന് വരികയായിരുന്ന ബൈക്കിനെയാണ് നിയന്ത്രണം വിട്ടെത്തിയ ഈ കാർ ഇടിച്ചു തെറിപ്പിക്കുന്നത്. അത് ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ച് വാഹനം ഈ കാർ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കടയിലേക്ക് പാഞ്ഞു കയറുകയും ചെയ്തിട്ടുണ്ട്. ഈ അപകട ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എത്രത്തോളം ഗുരുതരമാണ് ആ അപകടം എന്നുള്ള കാരണം. അതുകൊണ്ട് തന്നെ ഇവർക്ക് ബൈക്ക് യാത്രക്കാരായ രണ്ടുപേരാണ് ആ ബൈക്കിൽ ഉണ്ടായിരുന്നത്. ഇവർക്ക് ഗുരുതരമായ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. തൊട്ടടുത്തുണ്ടായിരുന്ന ആശുപത്രിയിൽ ആദ്യഘട്ടത്തിൽ ഇവരെ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് ഇവരെ ഈ അസ്ഥിക്കുൾപ്പെടെ ഗുരുതരമായിട്ടുള്ള പൊട്ടലുകൾ പറ്റിയിട്ടുള്ളത് കൊണ്ട് തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഇരുവരെയും മാറ്റിയിട്ടുണ്ട്. കാർ യാത്രക്കാരന്റെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് പോലീസ് പറയുന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ അവിടെ ഉണ്ടായിരുന്ന ആളുകളോടൊക്കെ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഈ ആളുകൾ പറയുന്നത് കാർ അതിനു മുൻപ് കുറച്ച് അകലെ നിന്ന് തന്നെ കാർ അമിത വേഗത്തിലാണ് എത്തിയിരുന്നത്. ആ സമയത്ത് തന്നെ അപകടമുണ്ടാക്കുന്ന രീതിയിലായിരുന്നു വാഹനം എത്തിയത് എന്ന് പറയുന്നുണ്ട്. ആ ദൃശ്യങ്ങളിലും ഏകദേശം നല്ല അത്യാവശ്യം സ്പീഡിലാണ് ആ കാർ വരുന്നത് എന്നുള്ള കാര്യം CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ CCTV ദൃശ്യങ്ങൾ നോക്കിക്കൊണ്ട് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ തുടരുകയാണ്. ഹാഷ്മി, പരിക്കേറ്റ ആളുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ് അറിയാവോ? ഹാഷ്മി, കാർ യാത്രക്കാരന്റെ പരിക്ക് ഗുരുതരമല്ല. പക്ഷേ ബൈക്കിലുണ്ടായിരുന്ന 2 യുവാക്കളാണ് ബൈക്കിലുണ്ടായിരുന്നത്. ഇവരുടെ പേര് വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമായിട്ട് വരുന്നതേ ഉള്ളൂ. ഇവരെ ആദ്യം അവിടെ ഉണ്ടായിരുന്ന ചില ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ആശുപത്രിയിലേക്ക് ആദ്യഘട്ടത്തിൽ പ്രവേശിപ്പിച്ചു. പിന്നീടാണ് ഈ അസ്ഥിക്കുൾപ്പെടെ ഗുരുതരമായിട്ടുള്ള പൊട്ടലുകൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നീട് ഇവരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കാണ് ഇപ്പോൾ നിലവിൽ മാറ്റിയിരിക്കുന്നത്. പരിക്ക് ഗുരുതരമാണ്, പക്ഷേ ചികിത്സയിൽ ഇപ്പോൾ തുടരുകയാണ്. കാർ യാത്രക്കാരന്റെ പരിക്ക് ഗുരുതരമല്ല. കാർ യാത്രക്കാരന് പരിക്കൊന്നുമില്ല. അവരെ ആ കാർ നിർത്തി ഇറങ്ങി വരുന്നതൊക്കെ കാണുന്നുണ്ട്. എതിരെ വന്ന ബൈക്ക് യാത്രക്കാരാണ് പരിക്ക് കുറച്ച് ഗുരുതരമാണെന്ന് പറയുന്നുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്ന ഒരു ബൈക്കുണ്ട്. ആ ബൈക്കല്ല, എതിരെ വേറൊരു ബൈക്ക് വരുന്നുണ്ടായിരുന്നു. അതിലെ യാത്രക്കാർക്കാണ് പരിക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.